നമ്മൾ ഇപ്പോൾ എന്താ പറയുക ബോംഡിലയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് മുകളിലേക്ക് കയറുമ്പോൾ കാണാൻ പറ്റും മൊത്തം ക്ലൈമറ്റ് മാറി തുടങ്ങി. എന്താ പറയുക, നമുക്ക് ഈ ഫോഗ് വേണ്ടേ, ഈ ഫോഗ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ആ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്, ആ പഹാടിയിലേക്ക്. കണ്ടോ, ഇപ്പം ഉച്ച വന്നിട്ട് എത്രയാണ്, 12:40 ഇപ്പോൾ സമയം. 42 കൃത്യമായ സമയം. എൻ്റെ ചെവിയിൽ എനിക്ക് എന്താ പറയുക, ചെവി അടച്ചു തുടങ്ങി. തനിക്കോടാ മാക്സിമം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെയും വല്ലാതെ നമ്മളെ കണ്ടിട്ടും മതിവരാത്ത കാഴ്ചകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് നേരം എടുക്കാൻ വേണ്ടി ബിൽഡിംഗ് അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ സ്വന്തം കണ്ണുകൊണ്ടുകൂടി കാണണ്ടായി ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നത്. എന്താ പറയുക, നമ്മളോട് രുഹുൽ ഭായ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘാലയയുടെ കാര്യം കാവ്യ പറയുന്നുണ്ടായിരുന്നു, അയാളുടെ രാമു പറയുന്നുണ്ടായിരുന്നു. എന്താ പറയുക, മേഘാലയ മതി വരുന്നില്ല എന്ന്. പക്ഷെ അവർ രുഹുൽ ഭായ് പറഞ്ഞു, അല്ല, നിങ്ങൾ അരുണാചൽ പോയിട്ട് മേഘാലയ പോയാൽ അരുണാചലിനെ ആണ് നിങ്ങൾ മിസ് ചെയ്യാത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അല്ലാത്ത രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി എന്താ കാണാനിരിക്കുന്നത്. വാവ്. പിന്നെ നമ്മൾ ഈ കാണുന്ന റോഡുകളൊക്കെയും BRO, നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വാവ് ഗൈസ്, അവിടെ സൂപ്പർ. നിങ്ങൾ ആ വ്യൂ കണ്ടോ ഗൈസ്, വാവ്. ഞാൻ ആ ഫോട്ടോ വേണമെങ്കിൽ എടുത്തോളാം ഗൈസ്. ദിസ് ഈസ് ഓസം. എനിക്ക് തോന്നുന്നു വാവ്, സൂപ്പർ ഗൈസ്, ഇറ്റ്സ് സൂപ്പർ. മിക്കവാറും രാമുവിന് മഞ്ഞ് കാണാനുള്ള യോഗം ഉണ്ടാകും. ലാസ്റ്റ് തണുത്ത് മരവിച്ച് ഐസൂനെ പോലെ തിരിച്ച് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ എന്തായാലും ടാറ്റാ. നമ്മൾ സെസ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ മറ്റുമാണ് ഉള്ളത് ദൂരം. നമുക്ക് നോക്കാം അവിടെ എന്താ കാണാം. കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം പോസിബിൾ, പക്ഷേ നിങ്ങളെ കാഴ്ചകൾ കാണുന്നുണ്ടോ? എന്ത് മനോഹരമായ കാഴ്ചകളല്ലേ ഈ മൂടൽ മഞ്ഞും ബാക്കിയുള്ള കാര്യങ്ങളും. എൻ്റെ ചെവി അടഞ്ഞു എഗെയിൻ. പക്ഷേ പഴയതിൻ്റെ അത്ര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ദൈവത്തിന് നന്ദി, നിങ്ങൾ തന്ന പ്രാർത്ഥനകൾക്ക്. അക്കു, ബിജുമോനെ, ജൂലി, താര, അഞ്ജു, എടാ, എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതല്ല. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകളില്ലെങ്കിൽ ഞങ്ങളൊന്നുമല്ല. ലൈവിൽ വരുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബാംഗമായിട്ടും ഞങ്ങളെ ചേട്ടനായിട്ടും ചേച്ചിയായിട്ടും അളിയനായിട്ടും ഒക്കെ നോക്കുന്നതിൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി ഞങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ പ്രാർത്ഥനകൾക്ക് ഭയങ്കര ശക്തിയാണ്. നമ്മുടെ ലൈഫിൽ വരുന്ന കുറേ നെഗറ്റീവ്സ് ഈ പ്രാർത്ഥനകൾക്ക് എടുത്ത് മാറ്റാൻ പറ്റും. കാരണം ഇന്ന് രാവിലെ കൂടിയിട്ട് മമ്മിയോടും അവരുടെ അമ്മയോടൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കണമായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു സേഫായിട്ട് പോയിട്ട് പോകാൻ മക്കളെ, ഒന്നുമില്ല. മമ്മി പറയുന്നത് എന്തുവാണ്, കുക്കുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ, കുക്കുവിനെ മറക്കരുതാണ്. അപ്പോൾ ഈ ഓരോരുത്തരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുമുണ്ട്. അത് അയാൾ കണ്ടില്ലേ, കാഴ്ചകൾ കാണുകയാണ്. ഇവിടെ ഇപ്പം അത്യാവശ്യം റോഡ് ബ്ലോക്കാണ്. കാരണം ഒരു വണ്ടിക്ക് മാത്രമേ കഷ്ടി പോകാൻ പറ്റുള്ളൂ. മറ്റേ വണ്ടിക്ക് തന്നെ ഇവിടെ അത്യാവശ്യം ബ്ലോക്കാണ്. ഇവിടെ ഒരു വണ്ടിക്ക് മാത്രമേ കഷ്ടി പോകാൻ പറ്റുള്ളൂ. ഓവർടേക്ക് ചെയ്യുന്നത് അത്ര ഈസി അല്ല. അവിടുന്ന് വല്ല വണ്ടി വന്നാൽ നമ്മുടെ ഗൂഗിൾ ഭായ് വന്നിട്ട് ഓവർടേക്കാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇച്ചിരി ടൈം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ നാലുമായിട്ടുള്ള വഴിയാണ്. നോക്കാം. നമുക്കിവിടെ എന്തോ ഒരു സൈൻ ബോർഡ് കാണാൻ പറ്റുന്നത്. എന്താ സൈൻ ബോർഡെന്ന് എനിക്കറിയാൻ. നോക്കാം. വാൾ ഓഫ് ഫ്രീ ഡിവിഷൻ വെൽക്കംസ് യു. ഫയർ ഡിവിഷൻ. ഓക്കെ, വാൾ ഓഫ് ഫയർ ഡിവിഷൻ വെൽക്കംസ് യു. ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ള ഏരിയയാണ്. ഞാൻ എടുത്തു. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ചെക്ക് പോസ്റ്റ് എന്തൊക്കെയുണ്ടോ? ഇപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള വഴിക്ക് സെസയിലേക്കുള്ള വഴിക്ക് ഞങ്ങൾ എന്താ പറയുക, ഇവിടെ ലഞ്ച് കഴിക്കാൻ നിൽക്കുക. ഇതാണ് ലഞ്ച്. 150 രൂപയാണ് ഇത്രയും സാധനം. എൻ്റെ കറിയൊന്നും എനിക്കറിയില്ല. നോക്കാം. റൊട്ടി വരുന്നുണ്ട്, ചോറ് വരുന്നുണ്ട്. ഒന്നിന് 150, വെജിന് 150, നോൺ വെജിന് 250. ഞങ്ങൾ വെജ് എടുത്തോളൂ. കാരണം 200 രൂപ കുറവ് വരും. വെള്ളം 200 രൂപ കുറവ് വരും ഗൈസ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഫുഡ് എക്സ്പെൻസീവായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നോർമൽ ഷോപ്പ്. അതിൻ്റെ രാവിലെ ചെക്കാനാണ് നമുക്ക് ഫുഡ് കൊണ്ടുവരാം. 3 റൊട്ടി.
ब्रो ये क्या है ब्रो? सलाद। ये ये दाल। थैंक यू ब्रो. आपका नाम? अमित। അമിത്. താങ്ക് യു ബ്രോ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ റൂട്ടി. ഗൈസ് ഇതാണ് ഞങ്ങൾ കഴിച്ച റെസ്റ്റോറൻറ്റ്. അവർ 300 പറഞ്ഞു, പക്ഷേ 240 ലാസ്റ്റ് ബില്ല് വന്നു. എനിക്ക് തോന്നുന്നു എന്താണെന്നറിയില്ല, പക്ഷേ ഞങ്ങൾ ആദ്യം 350 പറഞ്ഞു. പിന്നെ അത് ബില്ല് ഞാൻ 300 കൊടുക്കാൻ പറഞ്ഞു. ഇല്ല 240 കൊടുത്താൽ മതി. പക്ഷേ കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഞാനൊരു 7-8 ചപ്പാത്തി കഴിച്ചു. അയാളുടെ വാഷ്റൂമിൽ പോയിട്ട് വരിക കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് പുതിയ പരിഷ്കാരങ്ങളാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ റുഗുൽ ഭായും പറയുന്നുണ്ടായിരുന്നു. അപ്പം നാം റുഗുൽ തന്നെ നമുക്ക് സഹിച്ച് പറഞ്ഞു. റൂബുൽ ഭായി പറയുന്നുണ്ടായിരുന്നു ഈ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ റോഡൊക്കെ ഒരുപാട് നന്നായത്. കാരണം നേരത്തെ ഭയങ്കര മോശമെന്നാണ് പറയുന്നത്. ഗൈസ് നിങ്ങളത് നോക്കി. റൂബുൽ ഭായി പറഞ്ഞാൽ ഓക്കെ, നല്ല നല്ല പാലങ്ങൾ വരുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നെന്നാണ് പറയുന്നത്. സോ നല്ല കാര്യമല്ലേ? കാരണം നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയാം മോഡി ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മോഡി ഗവൺമെൻറ് പിന്നെ അധികാരത്തിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലെ പോലെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓൾറെഡി മഞ്ഞിറങ്ങിക്കോട്ടെ ഗൈസ്, നല്ല രീതിയിൽ മഞ്ഞിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനത്തെയൊക്കെ വ്യൂസ് കാണണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നാൽ നമ്മൾ പുറത്തേക്ക് വരണം. ഞങ്ങൾ ഉത്തരാഖണ്ഡ് പോയ സമയത്ത് ഇതുപോലത്തെ റോഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഈ ഫോഗോ മറ്റോ എക്സ്പീരിയൻസുകളോ ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ ഇങ്ങനെയാണ്. ചെറിയൊരു കൺസേൺ വന്നിട്ട് മഴയുടെ കാര്യമാണ്. എനിക്കറിയാം എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പോലും ഇല്ല. കാരണം എന്താ പറയുക, നൈസ്. ഈ വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടൊരു വെള്ളച്ചാട്ടമാണ്. വാവ്, നിങ്ങൾ നോക്കി. വാവ്. इसके बाद भी वो टाउन है उधर नीचे. ഞാൻ എടുത്തടാ. ബോർഡർ നെച്ചിപ്പൂ ഗൈസ്. ഇതൊരു നെച്ചിപ്പൂ ടൗൺ എന്നാണ് പറയുന്നത്. നമ്മളിപ്പം ബോംഡിലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോംഡിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ആണിത്. ഓക്കെ ബൈ ഗൈസ്. ഈ ബോർഡർ റോഡിനെ നമ്മുടെ BRO അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഒന്നും എന്ത് നന്നാണ് ചെയ്യുന്നത് നോക്കി. എന്ത് വൃത്തിയായിട്ട് ടണൽ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മല കയറി വേണം താഴേക്ക് ഇറങ്ങുന്നത്. എന്തുമാത്രം ട്രാവൽ സേവ എന്ന് ചിന്തിച്ചു നോക്കി. ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗൈസ്. പറയാതിരിക്കാൻ വയ്യ. നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നത് ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് NH കൂടിയാണ് പോകുന്നത്. അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായ സ്ഥലമായിരുന്നു. ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഊഹ് ഭായ്, ബഹുത് ഖത്തർനാക് ജഗഹ് ഭായ്. ഇവിടുന്ന് തെങ്കാ വാലിയിലേക്ക് 20 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ബോംഡിലേക്കാണ് പോകുന്നത്. ബോംഡില മൊണസ്ട്രി ഉണ്ട്. അല്ലാണ്ട് തന്നെ ഒരു മൊണസ്ട്രി ഭായ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ. പിന്നെ വേറെ എന്തുവാ, ഒരു തൂക്കുപാലവും നമുക്ക് നോക്കാം. പക്ഷേ ഈ BROടെയുള്ള ഈ റോഡൊക്കെയും നല്ലതാണ്. അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ബോർഡർ റോഡ്സ് ആയിരുന്നു, ചൈനയായിട്ടുള്ള ഇഷ്യൂസൊക്കെ കാരണമാണ്. ഞാൻ നിനക്ക് ചെവി വേദനുണ്ടല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെവി വേദനുണ്ട് ഗൈസ്. നമുക്കല്ലേ, എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. സൗണ്ടൊക്കെ അടഞ്ഞു. സമയം പിടിക്കുമായിരിക്കും ഒന്ന് ഫെമിലറൈസ് ആവാനായിട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എത്രത്തോളം താഴേക്ക് അത് ഇടിഞ്ഞ് വന്നേന്ന് നോക്കി. എല്ലാവരും സേഫായിട്ട് നിന്ന് കരുതുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു. ഒരു ടേണിംഗ് പോയിന്റിൽ ഒരു ലോറി കൊണ്ട് നേരെ ഇടിച്ച് കയറ്റി മറ്റൊരു ലോറി മറിഞ്ഞു കിടക്കുന്നു അടുത്തടുത്തായിട്ട്. എൻ്റെ പൊന്നു കണ്ടിട്ട് തന്നെ വല്ലാണ്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളി വണ്ടി പതിയെ ഓട്ടിക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ ചെറുങ്ങനെ ഒന്ന് പാളിക്കഴിഞ്ഞാൽ കൈ എല്ലാം തീർന്നു കിട്ടി ഗൈസ്. ഇവിടെയൊക്കെ വണ്ടി ഓടുന്ന പട്ടാളക്കാരെ ഒക്കെ നമ്മൾ സമ്മതിക്കണം. 2 വീലറിലൊക്കെ വരുന്ന ഭയങ്കര അപകടമാണ്. അപ്പോൾ ഈ ബൈക്ക് റൈഡും കൊണ്ട് അതൊക്കെ സമയം. മോണസ്ട്രി ഗൈസ്, നിങ്ങളവിടെ നോക്കിക്കോ. ഒരു കുന്നിൻ്റെ മേളിലൂടെ കണ്ടു. ഇത് ഇതിൻ്റെ മോണസ്ട്രിയുടെ പേര് നിങ്ങൾ ആരും ഈ റൂട്ടിൽ പോകുന്നത് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. ബോംഡിലേക്ക് പോകുന്ന വഴി, ഗുവാഹത്തിൽ നിന്ന് ബോംഡിലേക്കുള്ള വഴി.
അങ്ങോട്ടാണ് പോകുന്നത് തോന്നുന്നു. അതാണ് ആ മോശം കുന്നിൻ്റെ മുകളിൽ. ഇവിടുന്ന് കുറേ അധികം മുകളിലേക്ക് നമ്മൾ കയറി പോകാനുണ്ട്. नहीं नहीं भाई भाई मुझे एक सिर्फ एक फ़ोटो लेने दो. एक ही सेकंड. डूलो वेट एक थोड़ा मेरा कर दो क्या? हाँ थोड़ा एक बार एक ही सेकंड भाई मुझे सिर्फ इसका फ़ोटो लेना है भाई. गाइस ഇതിൻ്റെ പേര് ഈ ഡുഡുൾ തർപ്പാലിംഗ്. ഡുഡുൾ തർപ്പാലിംഗ് എന്നാണ് അതിൻ്റെ പേര്. ഇത് എൻ്റെ പേര് എന്നോട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും അറിയാൻ പറയാം. ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്ററിയാണ് നമുക്ക് പറയാം. ചലേ ഭായ് റൂബുൽ ഭായ് താങ്ക് യു സോ മച്ച് ഭായ്. റൂബുൽ ഭായ് താങ്ക് യു സോ മച്ച്. ഗൈസ് നിങ്ങൾ കാഴ്ചകൾ ഭായ് ഗൈസ് എനിക്ക് ഞാൻ എൻ്റെ സ്പീച്ച്ലെസ് ആണ് ഗൈസ്. കാരണം നമുക്ക് സെസ്സ ടൗണിൽ ഒന്നും എടുക്കാനില്ലായിരുന്നു. നമുക്ക് ടൗണിൽ നമുക്കൊന്നും എടുക്കാനോ കാണാനോ ഒന്നും. പക്ഷേ അതിനുശേഷം വരുന്ന ഓരോ കാഴ്ചയും അതിമനോഹരമെന്ന് പറഞ്ഞാൽ അതിമനോഹരം. ഇനിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടി ഉണ്ട്. ഞാനിതിന് എത്ര വീഡിയോ ഞങ്ങൾ ഇടുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഒറ്റ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കുറച്ച് സ്റ്റോറീസൊക്കെ വെച്ച് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. കാരണം ഒരുപാട് ലംബ ഇടുന്നേക്കാൾ നല്ലതല്ലേ. ശരി നിങ്ങൾ നോക്കിയോ നിങ്ങൾ ആ കാഴ്ചകളുണ്ടോ ഗൈസ്? ആ വാലീസ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്നാണ് കയറി വന്നേ. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലം കണ്ടോ? ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായതാണ്. എല്ലാം തളർന്നതാണ്. ആൾക്കാർ ഓൾറെഡി ജാക്കറ്റും ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത് ഗൈസ്. നമ്മളിപ്പോൾ തേങ്കാവാലിയിൽ നിന്ന് ബോംഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫയർ ഓഫ് വോൾസിൻ്റെ മ്യൂസിയം കണ്ട് ചെറിയ ഹോൾട്ടൊക്കെ എടുത്തിട്ട് ഞാൻ പറയുന്നത് ശരിക്കും ബോംഡിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ കിടക്കുന്നത്. ഇവിടെ ഒരു മോണസ്ട്രി കാണാറുണ്ട്, ബോംഡില മോണസ്ട്രി. പക്ഷെ മഴ തുടങ്ങി. എനിക്ക് ചെവി വേദന ഉണ്ട്. ഞാൻ ചെവി ഇങ്ങനെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ചിട്ട് ചെവി കൂടുന്ന വേദന കൂടുന്നത്. കാരണം 3200 അടി ഹൈറ്റിലായിരുന്നു നമ്മുടെ സെസ്. അപ്പോൾ സെസിൽ നിന്ന് ഒരുപാട് മുകളിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ബോംഡിലെത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് സമയം പിടിക്കുമായിരിക്കും ഒന്ന് റിക്കവറായി എൻ്റെ ഫ്ലോയിൽ നിന്ന് വരാനുണ്ട്. അതോ ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇപ്പോൾ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്. മഴ പണി തരാറുന്നാൽ മതിയാവും. ഗൈസ് നമ്മളിപ്പോൾ ബോംഡില ടൗൺ എത്തിക്കഴിഞ്ഞു. നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ 3:55 ഈ റോഡും ഈ ഡ്രൈവും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ തവണയും ഓരോ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ റൂബുൽ ഭായ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഭായ്ക്ക് എന്തായാലും താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ ദിവസത്തേക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ മഴയുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു റെയിൻകോട്ട് വേണമെന്ന്. രാമ പറഞ്ഞ റെയിൻകോട്ട് വേണ്ടെന്നാണ് പറയുന്നത്. റെയിൻകോട്ട് വാങ്ങുന്നില്ല. ജസ്റ്റ് ഒരു തൊപ്പി മേടിക്കുക അയാൾക്ക്, നല്ലൊരു തൊപ്പി. പിന്നെന്താ പറയുക, ബാക്കി ജാക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഇഷ്യൂസ് ഇല്ല. അപ്പോൾ നോക്കാം, മാർക്കറ്റ് പോകാം, പറ്റിയാൽ ആ മോണസ്ട്രി പോവാം. നാളെയും കുറേയധികം ട്രാവലുള്ളതാണ്. ആ കാഴ്ച കണ്ടോ? എന്ത് രസമുള്ള കാഴ്ചയാണ്. നല്ല ചാറ്റൽ മഴയും. ഗൈസ് നമ്മളിപ്പം ഇവിടെ പുറത്ത് നല്ല മഴയാണ്. നമ്മൾ ഈ മഴയത്ത് ബോംഡില മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യണം. റെയിൻകോട്ട് വേണമെന്ന് അയാൾ തന്നെ റെയിൻകോട്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ റെയിൻകോട്ടിലേക്ക് പോകാം. കാരണം വേണ്ടി വരും, അറിയില്ല. കാരണം ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ റെയിൻകോട്ടിലേക്ക് നോക്കാം. ഇത് 200 രൂപ ആയത്. കാരണം എനിക്ക് ഇത് ഞാൻ 200 രൂപയ്ക്ക് എന്താ മേടിച്ചല്ലേ. എന്തായാലും മേടിക്കണം അല്ലോ. അയാളുടെ ഇത് 200 രൂപ ആയത്. 250 പറഞ്ഞു. നമുക്ക് നോക്കാം. ഇനി ഞങ്ങളിപ്പോൾ ഒരു ക്യാപ്പ് മേടിച്ചു. കാരണം റെയിൻകോട്ട് വീട്ടിൽ വെച്ച് ഞങ്ങൾ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് മഴ ഉണ്ടാകുമെന്ന്. പക്ഷെ എന്തായാലും 1000 രൂപ 2 റെയിൻകോട്ടിന് പോയി. ആദ്യം കാണിച്ചെന്ന് റെയിൻകോട്ട് വന്നിട്ട് ഒരെണ്ണത്തിന് 1500 രൂപ.
ആ റെയിൻകോട്ട് കാണിച്ചോ. ഞങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ച സാധനമാണ്. അല്ല അത് 100 അല്ല കേട്ടോ, കൂടുതലാണ്. കാരണം ഇതിന് കൂടുതലുണ്ട്. കാരണം ഇത് വന്നിട്ട് പാൻസൊക്കെ ഉണ്ട്. ഇതിന് 250-300 രൂപ വരെ. കാരണം വിത്ത് പാൻസ് ഫുൾ സെറ്റാണ്, ക്വാളിറ്റി ഉണ്ട് പ്ലാസ്റ്റിക്കിന്. പക്ഷെ എന്നാൽ പോലും ഇത് ഇച്ചിരി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ 650 പറഞ്ഞു, 500 രൂപയ്ക്ക് മേടിച്ചു. പക്ഷേ ഇപ്പോൾ 4-14 ഇതാണ് അവസ്ഥ. വലിയ മഴയില്ലാതെ എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ സന്തോഷം. അവൻ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു മഴ ഉണ്ടാവുമെന്ന്. കച്ചവടം നടക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അറിയത്തില്ല. സോ എൻ്റെ ഓഫ് ദ ഡേ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. നമ്മുടെ വായിലൊക്കെ പുക വരുന്നുണ്ട്. ഒതുങ്ങി വാ ഗൈസ്, വല്ലാത്തൊരു കോലോ ഗൈസ്. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾ ഓൾറെഡി ബോംബെയിലൊക്കെ സ്നോഫോൾ തുടങ്ങിയ പുള്ളി പറയുന്നത്. അതെ കൂട്ടുകാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മാർക്കറ്റ് നല്ല രസമുണ്ട് ഗൈസ്. ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ബോംബ്ല മാർക്കറ്റിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ചങ്ങായിമാരെ, ചങ്കുകളെ, കുടുംബത്തിലേക്ക് സ്വാഗതം. ഉള്ള മുത്തുമണികളെ, ലൈക്കും കമന്റ് അടിച്ച് പൊട്ടിക്കുന്നേ, കമന്റ് ബോക്സ് അടിച്ച് പൊട്ടിക്കുക. വീഡിയോയുടെ ലാസ്റ്റിലാണ് നമ്മൾ സ്വാഗതം പറയുന്നത്. ഞങ്ങളുടെ പ്രത്യേകത ഇതാണ് മാർക്കറ്റ്. ഓൾറെഡി ഫോഗായി കഴിഞ്ഞു. നമുക്കിനി വേറൊന്നും വാങ്ങാനില്ലല്ലോ. ഇവിടെ ഇനി എന്താ ഉള്ളത്? പക്ഷെ ഭയങ്കര മഴ കമ്മിയല്ലേ. ഈ മഴയാണെങ്കിൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂടാ. റെയിൻകോട്ടിലുണ്ട് കുറച്ചൊരു സമാധാനം. മൊബൈൽ വാട്ടർ പ്രൂഫ് ആണെന്നിട്ട് മറ്റൊരു സമാധാനം. അങ്ങോട്ട് പോകണ്ടല്ലേ, അവിടെ കൊണ്ട് കഴിഞ്ഞു വാ. അപ്പോൾ ഈ ബോംബ മാർക്കറ്റ് ഇതൊക്കെ ഉള്ളൂ. ഇവിടെ ഫ്രൂട്ട്സ്, വെജീസ്, എന്താ പറയുക, എനിക്ക് എന്തോ ഇവിടെ ഗൈസ് ഇവിടെ എന്തോ ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വരുന്ന വഴിക്ക് ഓൾമോസ്റ്റ് പല ഷോപ്പുകളും ബന്ധമായിരുന്നു. ഇത് നിങ്ങൾക്ക് 200 രൂപയ്ക്ക് തൊപ്പി കൊള്ളാം. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം 250 രൂപയ്ക്കാണ് ഉത്തരാഖണ്ഡ് നിൽക്കിയത്. ബദ്രീനാഥിൽ നിന്ന് ആ തൊപ്പി മേടിച്ചത് ഇത് അല്ലേ. അപ്പോൾ ഇവിടെ 200 രൂപയ്ക്ക് കിട്ടിയെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആ മീൽസും കൊള്ളാം. കാരണം മീൽസ് നമ്മളോട് 300 പറഞ്ഞ മീൽസ് നമുക്കത് അവന്മാരെന്താ തന്നെ 240 രൂപയ്ക്ക് തോന്നുന്നു. എന്താണെന്നറിയില്ല. എന്തായാലും നല്ല കാര്യം, സന്തോഷം. അപ്പോൾ ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ബോംഡില മാർക്കറ്റിൽ നിന്ന്. അപ്പം ലവ് യു ഗൈസ്. വാവ്, ഇവിടെ ബുദ്ധൻ്റെ ഒക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. നമ്മളതൊന്നും വാങ്ങുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു മഫ്ലർ മേടിക്കണമായിരുന്നു. എന്താ പറയുക, പിന്നെ മേടിച്ചു. വാവ്, ഇവിടെ അല്ലേ. നമ്മുടെ ഈ ഡിന്നർ വീഡിയോയോട് കൂടി നമ്മുടെ എന്താ പറയുക ഗുവാഹത്തി ടു ബോംഡില ഇവിടെ തീരുകയാണ്. രാമുദേവ് ഒന്ന് വിറക്കുകയാണ് ഹീറ്ററുണ്ടായിട്ട് പോലും. പതിയും കറിയും കൊണ്ടുവരിക. ദാലുണ്ട്, കറിയുണ്ട്. ഓക്കെ, ഞങ്ങൾ 2 ചപ്പാത്തിയാണ് പറഞ്ഞ് ഒരാൾക്ക്. ഗൈസ്, ഇത് നമ്മൾ കഴിച്ചു. രാമു കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഈ രാമുവാണ്. നല്ല ഫുഡല്ലേ. അപ്പോൾ രാമുവിന് ഫുഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പം ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ബോംബെയിൽ നിന്ന് അപ്പം ബൈ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുത്തിപ്പൊട്ടിക്കുന്ന കമൻറ്റ് ബോക്സൊക്കെ. ബൈ, ലവ് യു ഓൾ.